കേരളത്തിലെ ഒരു ചലച്ചിത്ര നടനാണ് പൃഥ്വിരാജ്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ സിനിമകളിലെ അഭിനയത്തോടൊപ്പം പിന്നണി ഗായകനും സിനിമാ നിർമ്മാതാവും സംവിധായകനുമാണ് ഇദ്ദേഹം. 2002 സെപ്റ്റംബർ 13 റിലീസായ രാജസേനൻ സംവിധാനം ചെയ്ത നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ പൃഥ്വിരാജ് ഇതുവരെ 100-ൽ ഏറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി, 1 തവണ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് മികച്ച വില്ലന് നേടി. 2006-ൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിനായിരുന്നു ആദ്യത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. 2013-ൽ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം. 2005-ൽ കാന കണ്ടേൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് തമിഴ് ചലച്ചിത്ര രംഗത്തും അഭിനയിച്ചു തുടങ്ങി. 2010-ൽ പോലീസ് എന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചു. 2012-ൽ അയ്യ എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ച് ബോളിവുഡിൽ അരങ്ങേറി. സന്തോഷ് ശിവൻ, ഷാജി നടേശൻ എന്നിവരുമായി ചേർന്ന് ഓഗസ്റ്റ് സിനിമ എന്ന സിനിമാ നിർമ്മാണ കമ്പനി നടത്തുന്നു. പൃഥ്വിരാജിന്റെ കന്നി സംവിധാന സംരംഭമായ ലൂസിഫർ എന്ന ചിത്രം 2019-ൽ പുറത്തിറങ്ങി. മലയാള ചലച്ചിത്ര നടൻ സുകുമാരന്റെയും നടി മല്ലികയുടെയും മകനായി 1982-ൽ ജനിച്ചു. നടൻ ഇന്ദ്രജിത്ത് ഇദ്ദേഹത്തിന്റെ സഹോദരനാണ്. തിരുവനന്തപുരം സൈനിക് സ്കൂളിലും ഭാരതീയ വിദ്യാഭവനിലും പഠനം പൂർത്തിയാക്കിയ ശേഷം ഓസ്ട്രേലിയയിൽ വിവര സാങ്കേതിക വിദ്യയിൽ ബിരുദ കോഴ്സിന് ചേർന്നു. പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പേ ചലച്ചിത്രവേദിയിലെത്തി. അഭിനയ ശൈലിയിൽ പിതാവിനെ മാതൃകയാക്കാതെ തന്റേതായ ശൈലി സ്വീകരിച്ചു. BBC-യിൽ റിപ്പോർട്ടറായ സുപ്രിയയാണ് ഭാര്യ. 2011 ഏപ്രിൽ 25-നായിരുന്നു ഇവരുടെ വിവാഹം. നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി, സ്റ്റോപ്പ് വയലൻസ് എന്നിവയ്ക്ക് ശേഷമാണ് നന്ദനം പുറത്തിറങ്ങിയത്. 2009-ൽ പുറത്തിറങ്ങിയ പുതിയ മുഖം എന്ന ചിത്രം വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. അതിന് ശേഷം യങ് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിന് അദ്ദേഹം അർഹനായി. ൽ വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുമ്പോൾ ആ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന നേട്ടത്തിനും കൂടി അദ്ദേഹം അർഹനായി. 2013-ൽ അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് തന്റെ രണ്ടാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിലൂടെ ഈ അവാർഡ് 2 തവണ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി പൃഥ്വിരാജ്. 2005-ൽ കന കണ്ടേൻ എന്ന ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചു. 2007-ൽ 3 തമിഴ് ചിത്രങ്ങളാണ് പൃഥ്വിയുടേതായി പുറത്തിറങ്ങിയത്. ഇതിൽ മൊഴിയിലെ പ്രകടനം ജനശ്രദ്ധ നേടി. 2008-ൽ ഉദയനാണ് താരം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ വെള്ളിത്തിരയിൽ നായകനായി പൃഥ്വിയെത്തി. 2009-ൽ ക്ലൈമാക്സിന്റെ തമിഴ് പതിപ്പായ നിനത്താലെ പുറത്തിറങ്ങി. വസന്തബാലന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കാവ്യ തലവൻ ആണ് പൃഥ്വിയുടെ മറ്റൊരു തമിഴ് ചിത്രം. 2010-ൽ പുറത്തിറങ്ങിയ പോലീസ് എന്ന ചിത്രത്തിലൂടെയാണ് തെലുങ്ക് ചലച്ചിത്ര മേഖലയിൽ അരങ്ങേറുന്നത്. പിന്നീട് അനന്തഭദ്രം, റോബിൻഹുഡ്, ഉറുമി തുടങ്ങിയ ചിത്രങ്ങൾ തെലുങ്കിലേക്ക് ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ആദ്യ ഹിന്ദി ചിത്രമായ അയ്യ 2012 ഒക്ടോബർ 12-ന് പുറത്തിറങ്ങി. റാണി മുഖർജിയെ കേന്ദ്ര കഥാപാത്രമാക്കി സച്ചിൻ കുന്താൾക്കർ സംവിധാനം ചെയ്ത ചിത്രം പക്ഷേ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം നേടിയിരുന്നില്ല. ആദ്യ ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ തന്റെ രണ്ടാമത്തെ ചിത്രത്തിന് പൃഥ്വിരാജ് തയ്യാറായിരുന്നു. അതുൽ സബർവാൾ സംവിധാനം ചെയ്ത ഔറംഗസേബ് ആണ് ചിത്രം. യാഷ് രാജ് ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിൽ അർജുൻ കപൂറാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. 2019-ൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള ത്രില്ലർ ചിത്രമാണ് ലൂസിഫർ. മുരളി ഗോപി തിരക്കഥ എഴുതി ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മോഹൻലാൽ നായകവേഷം ചെയ്തു. പൃഥ്വിരാജ് ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷവും കൈകാര്യം ചെയ്തിരുന്നു. 200 കോടിയിൽ അധികം നേടി മലയാളത്തിലെ ഏറ്റവും അധികം വരുമാനം നേടിയ ചിത്രമെന്ന ഖ്യാതി ഈ ചിത്രം നേടി. ലൂസിഫറിന്റെ വിജയത്തിന് പിന്നാലെ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എമ്പുരാൻ ഉണ്ടാകുമെന്ന് പൃഥ്വിരാജ് പ്രഖ്യാപിച്ചിരുന്നു. മികച്ച നടനുള്ള
കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2006 വാസ്തവം എന്ന ചിത്രത്തിന് ലഭിച്ചു. മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2012 അയാളും ഞാനും തമ്മിൽ, സെല്ലുലോയിഡ് എന്ന ചിത്രങ്ങൾക്ക് ലഭിച്ചു.